പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഉറക്കത്തിൽ നിന്നും നന്ദിനി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഓ, എന്തൊരു ചൂടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് വീശുന്നുണ്ട്. അപ്പുറത്ത് ഉറങ്ങിക്കിടക്കുന്ന വിനയനെ തട്ടിക്കൊണ്ടു, മനുഷ്യ, എന്തൊരു ഉറക്കായത്, ചത്തതുപോലെയല്ലേ കിടക്കുന്നത്, നിങ്ങൾക്ക് എന്താ ഉഷ്ണിക്കണമൊന്നുമില്ലേ? എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നേ ഇല്ല. ദേ, നമുക്ക് പുറത്തു പോയിരിക്കാം, നിങ്ങളൊന്ന് എഴുന്നേറ്റേ എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. വിനയനാണെങ്കിൽ, എടി, നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ നിനക്കവിടെ മിണ്ടാതിരുന്നൂടെ, ഉറങ്ങുന്ന എന്നെ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, നിങ്ങളിങ്ങനെ കിടന്നുറങ്ങുമ്പോഴേ എനിക്ക് സഹിക്കുന്നില്ല, എനിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല. നിങ്ങളൊന്ന് വന്നേ, നമുക്ക് പുറത്ത് കാറ്റുണ്ടെങ്കിലും അതൊക്കെ കൊണ്ട് കുറച്ച് നേരം വന്ന് കിടക്കാം, നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്താണെങ്കിൽ ഹാളിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ വേദ അവിടെ ഇരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന നന്ദിനി വിനയോട് പറയുന്നുണ്ട്, അതെ വിനയേട്ടാ, ഇവൾക്ക് എങ്ങനെയാണ് ഇവളുടെ ഫോണിൽ മാത്രം ചാർജ്? നമ്മുടെ ഫോണിലെ ചാർജൊക്കെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത്, ഇവളുടെ ഫോണിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിനയം പറയുന്നുണ്ട്, അതെ, നമ്മുടെ പോലെ അവൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയല്ല, അവളുടെ പണി എടുക്കുകയാണ്, ഡ്യൂട്ടിയാണ് അവളുടെ. നമ്മളാണെങ്കിൽ നേരം വെളുത്ത് അന്ത്യോളം ഇങ്ങനെ തോണ്ടി കൊണ്ട് ഓരോ വീഡിയോസും കണ്ടുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ് നമ്മുടെ ഫോണിലെ ചാർജ് പെട്ടെന്ന് കഴിയണേ, അവൾ അങ്ങനെയല്ല എന്നും പറയാണ്. ഓ, പിന്നെ ഞാനിത് ചോദിച്ചിട്ട് തന്നെ കാര്യം, നിങ്ങളും ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വേദിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ വേദ, നിൻ്റെ ഫോണിൽ എന്താ, ഫോണിൽ ചാർജ് ഒന്നും കഴിഞ്ഞില്ലേ, നീ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലേ പവർ ബാങ്ക് ഉണ്ട്, ഞാൻ അടുത്ത വീട്ടിൽ പോയി അതിൽ ചാർജ് കൊണ്ട് വന്നതാ എന്ന് പറയുന്ന സമയത്ത് നന്ദിനി വിനയനെ തോണ്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇവളിത് എന്തിൻ്റെ കാര്യം പറയുന്നത്? എൻ്റെ നന്ദിനി, നീ മോശമാക്കല്ലേ. പിന്നെ അവൾ പറയുന്നത് പവർ ബാങ്ക്, ബാറ്ററി നിനക്കറിയാവോ? ഓ, നിനക്കാണെങ്കിൽ ഒന്നും അറിയത്തുമില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീജയും വിഷ്ണുവും എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട്. എല്ലാവരും ചൂട് കാരണം തന്നെ ഉറങ്ങാൻ പറ്റാണ്ട് പുറത്തേക്ക് വീശിക്കൊണ്ട് വരികയാണ്. നന്ദിനി വേദയോട് ചോദിക്കുന്നുണ്ട് ശ്രീജ, എന്താ വേദ നീ ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി, അതെ വിക്രമി പുറത്തേക്ക് പോയിരിക്കുക, ആ സമയം ഞാനിവിടെ സമയം പോകാൻ വേണ്ടി കുറച്ച് എണീറ്റിരുന്നതാ. വിക്രമി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി പോയതാണെന്നൊരു സംശയമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി അവിടെ തിണ്ണയിലിരിക്കുകയാണ്. ഇതേസമയം അങ്ങോട്ടേക്ക് കമലാമ്മയും വരുന്നുണ്ട്. വേദയെ കണ്ടവൻ തിരിഞ്ഞ് റൂമിലേക്ക് തന്നെ നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അമ്മേ, ഞാനേ വിക്രം പുറത്തേക്ക് പോയ സമയത്ത് ഞാനിവിടെ ഇരുന്നേ ഉള്ളൂ, അമ്മ ഇവിടെ ഇരുന്നോളൂ, ഞാൻ റൂമിലേക്ക് പോയിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിൻ്റെ ഒരൗദാര്യവും എനിക്ക് വേണ്ട, എന്തായാലും നീ വീട്ടിൽ കയറി കൂടിയല്ലോ, അപ്പോൾ നിൻ്റെയൊക്കെ ഇവരൊക്കെ ഒക്കെ നോക്കിക്കൊണ്ട് വേണമല്ലോ ഞാനും ജീവിക്കാനെന്ന് പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, വിക്രം നമ്മുടെ വീടിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ വിക്രം വരുന്നവരെ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ, എൻ്റെ മകനെ പറ്റി എനിക്കറിയാം, നീ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും കൂടി അവിടെ കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിലൂടെ ആളുകൾ പോകുന്നുണ്ട്. അവരെല്ലാവരും ഇവരെ ശ്രദ്ധിക്കുകയാണ്. ഓരോരുത്തരായി വന്ന് മാഷിനോട് ചോദിക്കുന്നുണ്ട്, അതെ മാഷേ, എത്ര നല്ല കുടുംബമായിരുന്നു, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്, എന്നിട്ടും നിങ്ങൾക്ക് തന്നെ ഈ ഗതി വന്നല്ലോ. കുഴപ്പമില്ല, നമ്മളൊക്കെ അയൽവക്കക്കാരല്ലേ, പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാം, എത്ര ദിവസം വേണമെങ്കിലും എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ മാഷ എല്ലാവരോടും പറയുന്നുണ്ട്, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും തിരിച്ചയക്കുകയാണ്. കമലാമ്മയാണെങ്കിൽ വിശ്വത്തോട് പറയുന്നുണ്ട്, അതെ വിശ്വം, നീ വിക്രമിനൊന്ന് വിളിച്ചു നോക്ക്, അവൻ എവിടെ പോയോ എന്തോ, എനിക്ക് പേടിയാവുന്നു, അശോകൻ്റെ ആളുകളുടെ കയ്യിലെങ്ങാനും പെട്ടാലോ എന്നൊക്കെ പറയുകയാണ്. പക്ഷേ വിശ്വം വിളിക്കുന്ന സമയത്ത് വിക്രം ഫോൺ എടുക്കുന്നില്ല. ഇത് കണ്ട് കമലാമ്മയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. എന്നാൽ മാഷ് പറയുന്നുണ്ട്, നീ എന്തിനാ വിഷമിക്കണേ, ഇവൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ നേരത്ത് പുറത്തു പോകുന്നത്, നീ ഇങ്ങനെ വാതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. വിക്രമാണെങ്കിൽ തൻ്റെ കുടുംബത്തെ ദ്രോഹിക്കുന്ന അശോകൻ്റെ ഒരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. അശോകൻ്റെ വീട്ടിലാണെങ്കിൽ ഇന്ന് 12 മണിക്ക് അവരുടെ മകളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അനിയൻകുട്ടനെയും സ്റ്റീഫനെയും വിക്രം അങ്ങോട്ടേക്ക് വിടുകയാണ്. എന്നിട്ട് അവിടെ കറണ്ട് കട്ട് ചെയ്യുകയാണ്.
കേക്ക് മുറിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കറണ്ട് പോയപ്പോൾ അവരുടെ അശോകൻ്റെ മകൾക്ക് ദേഷ്യം വരികയാണ്. എല്ലാ സുഖ സൗകര്യത്തോടും കൂടിയ വളരുന്ന അവർക്ക് പെട്ടെന്ന് തന്നെ ജനറേറ്റർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ ദേഷ്യപ്പെട്ട് അച്ഛനോട് സംസാരിക്കുന്നുണ്ട്. എന്താ അച്ഛാ ഇത്? എൻ്റെ എല്ലാ മൂഡും പോയി. ഇത്രയും ഒരു മോശപ്പെട്ട ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, അതുപോലും അച്ഛൻ ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അശോകൻ പുറത്ത് പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, അവിടെയൊന്നും ഞാൻ നോക്കുന്ന സമയത്ത് പ്രശ്നമൊന്നും കാണുന്നില്ല. ജനറേറ്റർ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് ജനറേറ്ററിനും എന്തോ പ്രശ്നം, എന്താണെന്ന് അറിയുന്നില്ല എന്ന് ഭാര്യയോട് പറയാണ്. എന്തായാലും ഇവിടെ സെക്യൂരിറ്റിക്കാരനും ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ KCBയിലേക്കും എല്ലാം വിളിക്കുകയാണ്. അപ്പോഴേക്കും ഭാര്യ ഓടി വന്ന് പറയുന്നുണ്ട്, അതേ നോക്കൂ, വെള്ളം വരുന്നില്ല, പൈപ്പിലെല്ലാം വെള്ളം തീർന്നിരിക്കുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വാട്ടർ ഇതിൽ നേരാക്കുന്ന ആൾക്കും എല്ലാവർക്കും വിളിക്കുകയാണ്. KSEBയിൽ നിന്നും വരുന്ന ആളുകളെ അനിയൻകുട്ടനും സ്റ്റീഫനും എല്ലാവരും ചേർന്ന് തടയുന്നുണ്ട്. തടഞ്ഞു നിർത്തി അവരെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തി അവരുടെ ഡ്രസ്സെല്ലാം ഇവരെടുത്തിട്ട് അങ്ങ് ചെല്ലുകയാണ്. എന്നാൽ അശോകന് ഇത് വിക്രമിൻ്റെ ആളുകളാണെന്ന് അറിയുന്നില്ല. ഇവരെ ആദ്യമായി കാണുന്ന സമയത്ത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങളെയല്ലേ KSEBയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്? അവിടെ ഞങ്ങൾ ലൈനിലൊക്കെ നോക്കി, അവിടെ പ്രശ്നമൊന്നും കാണുന്നില്ല. ഇനി നിങ്ങളുടെ വീടിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുകയാണ്. എങ്കിൽ വരൂ, പെട്ടെന്ന് തന്നെ നോക്കൂ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരമായി ഞങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ചൂടെടുത്തിട്ടും കൊതുകടിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് അശോകൻ. അവരകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പണിയൊന്നും നോക്കുന്നില്ല, മുകളിൽ പോയി അങ്ങനെ ഇരിക്കുകയാണ് അവർ. അശോകൻ്റെ ഭാര്യ വന്ന് പറയുന്നുണ്ട്, അതേ ചേട്ടാ, എന്തായാലും കറണ്ട് വരട്ടെ, അതുവരെ ഞാനും മോളും കൂടെ അടുത്തുള്ള വീട്ടിൽ ചെന്ന് ഇരിക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് രാജേട്ടൻ വിളിച്ച് വിക്രമിനോട് പറയുന്നുണ്ട്, അതെ വിക്രം, അവരിവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുകയാണ്. വിക്രം അങ്ങനെ കുറച്ച് ആളുകളെ സെറ്റപ്പാക്കുകയാണ്. ഇവരെ കൊണ്ടുപോകുന്ന രീതിക്ക് അവരെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ എല്ലാവരെയും സെറ്റപ്പാക്കി 3-4 പേരെ പറഞ്ഞ് സെറ്റപ്പാക്കി നിർത്തുകയാണ്. നിങ്ങളവരെ ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആക്ടിങ് മാത്രമേ ചെയ്യാവൂ എന്ന് അവരുടെ അടുത്ത് വിക്രം പറയുകയാണ്. അങ്ങനെ അവർ നടന്നു വരുന്ന സമയത്ത് ഇവർ 4 പേരും ചെന്ന് ഭാര്യയെ ഒരു മരത്തിൽ കെട്ടിയിടുകയും അശോകൻ്റെ മകളെ പിടിച്ചു കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതേ സമയം വിക്രം ഒരു ബൈക്ക് എടുത്തുകൊണ്ട് അങ്ങ് വരികയാണ്. അതേ അശോകൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നുണ്ട്, അതേ മോനെ നിൽക്ക്, എൻ്റെ മോളെ കുറച്ച് ആളുകൾ ചേർന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഒന്ന് രക്ഷിക്കും മോനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അശോകൻ്റെ ഭാര്യ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിക്രം പെട്ടെന്ന് തന്നെ അവരെ എല്ലാം അടിച്ചൊതുക്കി അവരുടെ മകളെ രക്ഷപ്പെടുത്തുന്നത് പോലെ ആക്ട് ചെയ്യാണ്. അങ്ങനെ അവർ ചോദിക്കുന്നുണ്ട്, ആരാ മോനെ നീ നല്ലൊരു മനുഷ്യനാണ്, ഇതേ സമയം നീ വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മോള് എന്നും പറഞ്ഞുകൊണ്ട് അവർ കരയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ, എൻ്റെ പേര് വിക്രം.